അഖിൽമാരാൻ്റെ ഒരു കോൾ ഒരു വാട്സപ്പ് മെസ്സേജും വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽ ഞാൻ പറയാം. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അഖിൽമാരാറിന് വലിയ എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിലൂടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാർ ഒളിവിലാണെന്നുള്ള രീതിയിൽ പല ആൾക്കാരും മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മീഡിയ നോക്കുകയാണെങ്കിൽ അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നു. സംഭവം ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ വളരെ പെട്ടെന്ന് കയറി ഒരു അഭിപ്രായം അഖിൽമാരാർ പറഞ്ഞു. ആ അഭിപ്രായം അഖിൽമാരാറിനെ തിരിഞ്ഞു കുത്തി എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അഖിൽമാരാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? പിന്തുണയ്ക്കുന്നു എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഖിൽമാരാറിനും ഇല്ല, തെറ്റായിപ്പോയി, വളരെ മോശമായിപ്പോയി, ഈ സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യാം. കൃത്യം ഒന്നുകൂടെ പറയാം, അഖിൽമാരാറിനെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അഖിൽമാരാറിനും ഇല്ല, അഖിൽമാരാർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ തെറ്റാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യാം. അപ്പം നമുക്ക് ആൾക്കാരുടെ ഒരു വൈബ് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും ഇനി കാര്യത്തിലേക്ക് വരാം. അഖിൽമാരാറിനെ ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അഖിൽമാരാർ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് അഖിൽമാരാർ പല ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു സിനിമയുടെ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ നമുക്കറിയാം. ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷം അഖിൽമാരാറിൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് വളരെ വലിയ രീതിയിലാണ് ഉയർന്നത്. പെട്ടെന്ന് കുറേ ആരാധകർ വരുന്നു, ഇഷ്ടപ്പെടുന്നവർ വരുന്നു. അതിനുശേഷമുള്ള ലൈഫ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത്ര ഒരാളുടെ ലൈഫ് വളരെ പെട്ടെന്നാണ് കയറി അപ്ഡേറ്റ് ആവുന്നത്. അതിനുശേഷം അഖിൽമാരാർ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിനെ വിമർശിക്കാറുണ്ട്, ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ പലപ്പോഴും ഞാനും അഖിൽമാരാറിനെ പിന്തുണച്ചിട്ടുണ്ട്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ അഖിൽ പറഞ്ഞത് തെറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ അഖിൽ ഇതുപോലുള്ള അഭിപ്രായം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ പെട്ടെന്ന് അത് വിശ്വസിച്ച് അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ആ സ്റ്റേറ്റ്മെൻറ്റ് പലതും കൈവിട്ടു പോയി എന്ന അഭിപ്രായം എനിക്കുണ്ട്. അഖിൽമാരാർ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട സമയം അതല്ലായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഫീഷ്യലായിട്ട് വരുന്നതിന് മുമ്പ് എന്താണ് ഇതിന് പിന്നിൽ നടന്നത്, എന്താണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഫയറിങ് നിർത്തുന്ന രീതിയിലേക്ക് എത്തിയത് എന്നൊക്കെ ഔദ്യോഗികമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമല്ലോ. അതൊക്കെ കേട്ടിട്ട് നമുക്ക് അഭിപ്രായം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അഖിൽമാരാർ വളരെ പെട്ടെന്ന് കയറിയിട്ട് അഖിൽമാറിൻ്റെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ ഉണർന്നതും, അതുപോലെ ഇന്ദിരാഗാന്ധിയെയും നരേന്ദ്രമോദിയെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂവിനെ പറ്റിയൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് കാര്യം കൈവിട്ടു പോയി എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാറിൻ്റെ യഥാർത്ഥ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് സംഘപരിവാറുകാരായിരുന്നു. കൃത്യമായിട്ട് ഞാൻ പറയും, അഖിൽമാരാറിനെ കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസ്സുകാരനായിട്ട് കൂട്ടുന്നില്ല. നേതൃത്വത്തിലുള്ള ആൾക്കാർ പല പരിപാടിക്കൊക്കെ വിളിക്കുമെങ്കിലും കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസ്സുകാരായിട്ട് അഖിൽമാരാറിനെ കൂട്ടുന്നില്ലായിരുന്നു. അഖിൽമാരാറിന് പക്ഷേ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിൽക്കാനായിരുന്നു താല്പര്യം. ഇപ്പോൾ നേതാക്കന്മാർ വി ഡി സതീശനുമായിട്ടും നമ്മുടെ രമേശ് ചെന്നിത്തലയും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അടുത്ത ബന്ധവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഒക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ അവരുടെ ഉള്ളിലെ അണികൾക്ക് അഖിൽമാരാറിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളിലും എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അഖിൽമാരാറിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ മുന്നേ എന്നുള്ള രീതിയിൽ തലവെട്ടി മാറ്റി അഖിൽമാരാറിൻ്റെ വെച്ചിട്ട് ട്രോളുന്ന പ്രൊഫൈലുകളിൽ വലിയൊരു ശതമാനം കോൺഗ്രസ്സുകാരുടെ സൈബർ സ്പേസിലുള്ള പ്രൊഫൈലുകളൊക്കെ ആയിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു ആൾ, അതിനകത്ത് ഏറ്റവും കൂടുതൽ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഘപരിവാർ പ്രൊഫൈൽ കൂടിയാണ്. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഘപരിവാർ പോലും ഇപ്പോൾ വളരെ പെട്ടെന്നാണ് അഖിൽമാരാറിനെതിരെ തിരിഞ്ഞത്. ഇപ്പോൾ വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്ന അഖിൽമാരാറിന് ഇപ്പോൾ വലിയ സപ്പോർട്ടും കിട്ടുന്നില്ല. പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കാര്യങ്ങളും ഒക്കെ ദുർബലമായി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ട്, ഇപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. ഒരു ക്ഷമ ചോദിച്ചാൽ തീരേണ്ട കാര്യമുള്ളൂ. പക്ഷേ അഖിൽമാരാറിൻ്റെ ലാസ്റ്റ് പോസ്റ്റ് നോക്കുമ്പോഴും അഖിൽമാരാർ ആ കാര്യത്തിൽ കിടന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, തെറ്റും മനുഷ്യന് പറ്റും, പക്ഷേ അത് പറഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴും അത് പിടിച്ച് നിൽക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മളൊരാൾ ക്ഷമ പറഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിക്കാറ്. നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് വന്നിട്ടൊരു പോസ്റ്റ് ഇടുക, ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ഈ അവസരത്തിൽ ഇത് പറയാൻ പാടില്ലായിരുന്നു, നമ്മളൊരു വികാരത്തിൽ നിൽക്കുമായിരുന്നു, ആ രാജ്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, നമ്മുടെ സൈന്യത്തിനോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും അവസാനത്തെ ഒരു പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അഖിൽമാരായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നോക്കുമ്പോഴും അഖിൽമാരെ കൃത്യമായ രീതിയിൽ തിരുത്തുന്നില്ല. 3 ദിവസം മുമ്പ് അഖിൽമാരെ ഇട്ട പോസ്റ്റാണ്, ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ആദ്യമേ വിശ്വസിച്ചത് ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റാണ്. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് സംഭവം മാറ്റി മയപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കുക. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ വിശ്വസിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ് എന്നുള്ളതാണ് കോമഡി. സദാസമയം മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയെന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായി മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും
താരതമ്യം ചെയ്തു ഞാൻ എഴുതിയത്. അപ്പോൾ അത് തന്നെ ഒരു തെറ്റാണ്. നമ്മളിപ്പോൾ നടത്തിയത് സർജിക്കൽ സ്ട്രൈക്കാണ്, ഒരു യുദ്ധമല്ല. നമ്മൾ 1970 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി നടത്തിയ യുദ്ധമാണ്. ഇതിനെ രണ്ടും കൂടെ കമ്പയർ ചെയ്തത് തന്നെ അഖിൽമാരാറിൻ്റെ വീഴ്ചയാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് കുറുക്കി കൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്, മോദി പറയാതെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതിനുശേഷം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, പാകിസ്ഥാൻ ഇങ്ങോട്ട് യാചിച്ചതാണ്. മനസ്സിലായി? അത് വളരെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് മാരാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതെന്നുള്ളതാണ്. പകരം മൂന്നാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്. ഇതിനകത്ത് മൂന്നാം കക്ഷിയില്ല. അത് തന്നെ നമ്മൾ തള്ളുകയല്ലേ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ട്രംപ് വിടട്ടില്ലെന്ന് മോദി പറയാതെ കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും. ഇന്നലെ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് മാരാർ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാരാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിന്മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ തിരിച്ചടി കൊടുത്തു. ഭീകരൻ്റെ കുടുംബത്തെ നമ്മൾ ഇല്ലാതാക്കി, അവൻ്റെ സഹോദരനെ നമ്മൾ ഇല്ലാതാക്കി, 100ഓളം ഭീകരവാദികളെ ഇല്ലാതാക്കി. നമ്മൾ കൃത്യമായ രീതിയിൽ അവൻ്റെ ഫാമിലിയെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് രാജ്യം. ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ അഖിൽമാരാർ കേട്ട് കഴിഞ്ഞാൽ അഖിൽമാരാറിൻ്റെ വാദങ്ങൾ പൊളിയുന്നതായിട്ട് അഖിൽമാരാർ തന്നെ ഫീൽ ചെയ്യും. ഭീകരവാദവും നയതന്ത്ര ബന്ധവും ഒരുപോലെ കൊണ്ടുപോകില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ സിന്ധു നദി കരാർ പരിശോധിക്കില്ലെന്ന് പറയുന്നുണ്ട്. ചോരയും വെള്ളം ഒരുപോലെ ഒഴിക്കില്ല എന്നുള്ള രീതിയിൽ കൃത്യമായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെക്കുകയാണ്. അതായത് നമ്മൾ ഭീകരവാദം ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ മാതൃകയിൽ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ആൾക്കാർ പറയുന്ന അഖിൽമാരാറിന് സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അഖിൽമാരാർ ഒരു പൊളിറ്റീഷ്യനായിട്ട് എത്രമാത്രം മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ അഖിൽമാരാർ കോൺഗ്രസ്സുകാരനാകുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഉദാഹരണം ഞാൻ പറയാം. 4-5 ദിവസം മുമ്പ് കാശ്മീർ ഇഷ്യൂവിൽ ഈ റോബർട്ട് വദ്ര എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഇത്ര ശക്തിയോടെ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കൊണ്ട് മാറ്റി നിർത്തി കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ ഈ അഖിൽമാരാറിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോഴും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നുള്ളതാണ് സത്യം. അഖിൽമാരാറിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ഇനി നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ അഖിൽമാരാർ പ്രതിരോധത്തിലായിപ്പോയി. മാപ്പ് പറഞ്ഞ് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത്. കാരണം അമേരിക്കയുടെ പ്രസിഡന്റിനെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരാമെങ്കിൽ നമ്മൾ അതാണ് വിശ്വസിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. അത് ശശി തരൂരിനെ പോലുള്ള ആൾക്കാർ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാർ പെട്ടുപോയി എന്നുള്ളതാണ്. അഖിൽമാരാർ ഇതുപോലെ, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു കോൾ വന്ന കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്ന അഖിൽമാരാർ ഇതുപോലെ ഈ അതുൽ വ്ലോഗ് എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന. അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതുലിനെ വിളിച്ചു എന്നുള്ള രീതിയിൽ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിൽ, തിരിച്ച് വിളിക്കൂ, എനിക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് അഖിലിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജൊക്കെ അതിനകത്ത് അതിൽ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അഖിൽമാരാർ പ്രതിരോധത്തിലായിപ്പോയെന്നാണ്. അഖിൽമാരാറിനെ എവിടെയൊക്കെയോ അഖിൽമാരാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കൃത്യം ഒരു കാര്യം പറയാം. അഖിൽമാരാർ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി എന്നുള്ളതാണ് സത്യം. ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി പോവുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യേണ്ടത്. എന്നാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.